എളമക്കരയിൽ ഭവൻസ് വിദ്യാമന്ദിറിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനി ദീക്ഷിതയെ വാഹനം ഇടിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക്. ദീക്ഷിതയെ ഇടിച്ചത് ദൃശ്യങ്ങളിൽ ഉള്ള കാർ അല്ല. അപകടം ഉണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്ത ഈക്കോ കാർ. വാഹനത്തിന്റെ ഡോർ തുറന്നപ്പോൾ സൈക്കിളിൽ തട്ടുകയായിരുന്നു. സുഭാഷ് നഗർ സ്വദേശി രാജി എന്ന ആളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയതും രാജിയാണ്. എളമക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടാക്കിയ ഈക്കോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു സ്കൂളിൽ നിന്ന് സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന 11ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അപകടമുണ്ടായത്. പിന്നിൽ നിന്നു പാഞ്ഞു വന്ന കാർ ഇടിച്ചിട്ടു എന്നായിരുന്നു ആദ്യ നിഗമനം. എളമക്കര ഹാലിഫാക്സ് എൻക്ലേവ് തൃത്വത്തിൽ പ്രശാന്ത് കുമാറിന്റെ മകൾ ദീക്ഷിത 16 അപകടത്തിനിരയായത്. ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. എളമക്കര ഭവൻസ് വിദ്യാമന്ദിറിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി എന്നായിരുന്നു കരുതിയത്. വ്യാഴാഴ്ച വൈകിട്ട് 3:40 ദേശാഭിമാനി റോഡിലാണ് സംഭവം. കുട്ടി വീഴുന്നത് സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ധാരാളം സ്ഥാപനങ്ങളും കട ഉടമകളുമുള്ള സ്ഥലമാണ് ഇവിടം. CCTV ക്യാമറകളും ഉണ്ട്.